ആ മാമേട്ടാ, എന്തായി? എന്തായി മാമേട്ടാ? ഐസിയുനകത്തുണ്ട്. ഇപ്പൊ സന്ദർശന സമയാ, പോയി കാണാം. സീരിയസ് ആണോ? ആ, സീരിയസാ. മനസ്സിലായി. അല്ല, ഈ സമയത്ത് സങ്കടം കാണിക്കണമല്ലോ. താൻ കരുണയും കൊണ്ട് അകത്ത് കിടക്കുന്നതിനെ പോയി കണ്ടിട്ട് വാ. ഓ, ഇപ്പൊ വരാം. എന്നിട്ടേ കുറച്ച് സംസാരിക്കാറുണ്ട്. മുഴുവാ. നമ്മുടെ മോനകത്ത് കിടക്കുമ്പോ അയ്യക്ക് എന്താ ഇത്ര സന്തോഷം? എനിക്കറിയില്ല സീമന്തിനി. അയ്യോ, ഇത് മേഘേട്ടനല്ലേ? അച്ഛാ, അതാ മോളെ ഞാനും ആലോചിക്കുന്നേ. ഇനിയും കണ്ണനോടൊപ്പം ഇവനും ഉണ്ടായിരുന്നോ? ആ സിസ്റ്ററെ, മേഘൻ എന്താ പറ്റിയത്? പറ്റിയത് എന്താണെന്ന് പുറത്തുള്ളവർ പറഞ്ഞില്ലേ? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. കൂടെ ആരും ഇല്ലായിരുന്നോ? ഇല്ല, ഇയാൾ ഒറ്റയ്ക്കായിരുന്നു. സീരിയസ് ആയിട്ടാ കൊണ്ടുവന്നത്. കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ആള് പോയേനെ. എനിക്ക് നല്ല ദാഹമുണ്ട്. അവന്റെ കാര്യം അറിഞ്ഞേ പിന്നെ ഒരുതരം തലച്ചുറ്റലും മനപ്രയാസമാ. ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ ക്യാൻറ്റീനാ. അവിടെ പോയിട്ട് നീ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വാ. ചെല്ല്. ചെല്ല്. എന്താ വാമിട്ടാ പറ്റിയത്? ഇതിപ്പോ മേഘനാണല്ലോ അകത്ത് കിടക്കുന്നത്. താനവനെ പോയി കണ്ടിട്ട് കാര്യം പറയാമെന്ന് വെച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. ഇന്നലെ രാത്രി മൊത്തം തന്നെ വിളിച്ചായിരുന്നല്ലോ. പക്ഷെ ആ നേരത്തൊക്കെ സ്വിച്ച് ഓഫാ. മൊബൈലിലൂടെ സംസാരം വേണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ വാമേട്ട പറഞ്ഞേ? ഞങ്ങൾ സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്നത്. ഞാനും സന്തോഷത്തോടെയാ ഇന്നലെ ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയത്. അവിടേക്ക് കണ്ണനെ കൊണ്ട് ആംബുലൻസ് വരും, അല്ലെങ്കിൽ കണ്ണന് ഗുരുതരമായി പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണെന്ന വാർത്ത വരും എന്ന പ്രതീക്ഷയിൽ. എന്നിട്ടോ കണ്ണൻ ജീവനോടെ പഴയതിനേക്കാൾ പ്രസരിപ്പോടെ കൂട്ടുകാരൻ കൊടുത്ത പാർട്ടിയിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്നടോ. അതിനുശേഷം അവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ എന്റെ ചങ്ക് നിന്നുപോയത്. എന്താ മാമേട്ട പറ്റിയേ? എടോ, പോയ കാറിലല്ല കണ്ണൻ തിരിച്ചു വന്നത്.
ഇടയ്ക്ക് വെച്ച് അവന്റെ കാറ് കേടായി. ആ സമയത്ത് കാലക്കേടിന് മേഘന അവിടെ എത്തി. എന്നിട്ട് അവൻ വന്ന കാറിൽ കണ്ണനെ കയറ്റി വിട്ടിട്ട് കേടായ കാറ് നന്നാക്കി അത് ഓടിച്ചത് മേഘനാടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.